എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണ്. 1.25 കിലോ ഇറച്ചിയാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ ഉള്ളി 1/4 കിലോ, സവാള ഒരു 300 ഗ്രാം, ഒരു മീഡിയം ടൈപ്പ് 3 സവാള, അപ്പോൾ ഏകദേശം 300 ഗ്രാം വരും. പിന്നെ ഒരു 6 പച്ചമുളക്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്. ഇത്രയാണ് നമുക്ക് കോഴിക്കറിക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആദ്യം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഒന്ന് ചൂടായി വന്ന് ഒരു ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷമേ സവാള ഇടാവൂ. സവാളയ്ക്കും ഉള്ളിക്കും 2 വേവാണ്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യം സവാള നല്ലപോലെ വഴണ്ട് വരും, ഉള്ളി അത് വേവാതെ അതിൽ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും ഒരേ പരുവത്തിൽ കിട്ടും. അപ്പോൾ കറിയിൽ നല്ലതുപോലെ ഈ ഉള്ളിയെല്ലാം നല്ല വെന്ത് കിടക്കും. അപ്പോൾ പീസായിട്ട് എടുത്ത് കാണിക്കത്തില്ല. അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും സവാളയും കൂടെ ഇട്ട് ഇനി നല്ലപോലെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ആദ്യം ഇടരുത്. കാര്യം നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഈ പാത്രത്തിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കും. പിന്നെ നമുക്കിത് ഇളക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി അവസാനമാണ് ഉപയോഗിക്കുന്നത്. എല്ലാം വഴറ്റിയതിന് ശേഷമാണ് വെളുത്തുള്ളി ഇടുന്നത്. അപ്പം നമുക്കിനി സവാളയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ ഉള്ളിയും എല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇട്ടൊന്ന് ഇളക്കാം. ഇനി അടുത്തത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവരെ കാണുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. പക്ഷേ എനിക്ക് എരിവ് അത്ര കൂടുതൽ വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കാം. അപ്പോൾ മുളക് പൊടി ഇട്ട് ചൂടാക്കിയതിന് ശേഷം തക്കാളി ഇടാവും, അല്ലെന്നുണ്ടെങ്കിൽ ആ മുളക് പൊടിയുടെ പച്ച സ്മെല്ല് നിൽക്കും. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മുളക് പൊടി ശരിക്ക് മൂത്ത് വരത്തില്ല. ഇനി തക്കാളി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1.25 കിലോ ഇറച്ചിയും കൂടെ ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം നമുക്ക്.
ഇനി ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് ഉപ്പ് എല്ലാം കറിയെല്ലാം റെഡി ആയതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ കുക്കറിൻ്റെ അടപ്പടച്ച് വീണ്ടും ഒരു 2-3 മിനിറ്റ് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ മസാലയെല്ലാം നല്ലപോലെ ഇറച്ചിയിൽ പിടിക്കുകയും ചെയ്യും, ഇറച്ചിക്കകത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുകയും ചെയ്യാം. അപ്പം ആ ഇറച്ചിയിലെ മസാലയെല്ലാം നല്ലപോലെ പിടിച്ച് ഇനിയിപ്പം നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടപ്പടച്ച് നമുക്കൊരു 3 ഫിസിൽ കേൾപ്പിക്കാം. ഫിസിൽ കേട്ടാൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിനകത്ത് വെച്ച് ഈ കറി തണുപ്പിക്കാൻ നിൽക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിൽ കേട്ടാൽ അപ്പം തന്നെ ഫിസിൽ ഊരി അതിൻ്റെ ആവി കളയണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ആവി അടപ്പിനകത്ത് നീരാവി ആയിട്ട് ആ വെള്ളം തിരിച്ചിട്ട് വീണിട്ട് നമുക്ക് കറിയുടെ ടേസ്റ്റ് കുറയും, പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ട് 3 ഫിസിൽ കേട്ടാൽ അപ്പം തന്നെ ആവി കളഞ്ഞ് തുറന്ന്, പിന്നെ ബാക്കി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ കടപ്പ് തുറന്ന് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ടൊക്കെ നമുക്ക് 2 ഇതൾ കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കറി വാങ്ങാൻ നേരം ഇടുന്നതാണ് നല്ലത്. ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണമെല്ലാം അങ്ങ് പോകും. അപ്പോൾ അവസാനം ഇട്ട് കഴിഞ്ഞാൽ ആ കറിവേപ്പില ഒരു മണം അതിൽ നിൽക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വലിയ താമസമില്ലാതെ വീണ്ടും കാണാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി.